കേരളം ലഹരിയുടെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. പരമാവധി മദ്യപാനം ഇല്ലെങ്കിൽ പുകവലി, അപൂർവമായി കഞ്ചാവ്. അത് കോളേജ് കുട്ടികൾക്കിടയിലൊക്കെയാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും കടന്ന് പെൺകുട്ടികളടക്കം രാസലഹരി അടക്കം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതിൻ്റെ അവൈലബിലിറ്റി കൂടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്രൈം റേറ്റും കൂടുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവണത വരുന്നത്? ഈ സാധാരണഗതിയിൽ മനുഷ്യന് തോന്നാത്ത ഒരു ക്രേവ്, ഇതിനോട് ഒരു ലഹരി വേണം എന്ന് തോന്നാനുള്ള മാനസികാവസ്ഥയുടെ തലം എന്താണ്? ഇപ്പൊ ലഹരി വേണമെന്ന് തോന്നണമെങ്കിൽ ആദ്യത്തെ ഒരു ഉപയോഗത്തിലൂടെ വരത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് പിന്നീട് ഇത് വേണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ ആദ്യത്തെ ഉപയോഗത്തെ പറ്റി നമ്മൾ അറിയണം. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടും ആദ്യ ഉപയോഗം വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് കൗമാരപ്രായത്തിലും ചെറിയ കുട്ടികളിലും ഒരു ആദ്യ ഉപയോഗം വരുന്നത് ഒരു ഫ്രണ്ട്സിന്റെ ഫംഗ്ഷന് പോകുന്നത്, അതായത് ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണം, ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം, അല്ലെങ്കിൽ ഇവർ ഒരു ബർത്ത്ഡേ പാർട്ടീസ് വരിക, അല്ലെങ്കിൽ ഇവർ ടൂറ് പോവുക. അപ്പൊ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നമ്മളെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ നമ്മൾ അവരെ അനുകരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്ന കുട്ടികൾ നോക്കിക്കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ലഹരി ഉപയോഗിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇതെന്താ സംഭവം, ഇത് എനിക്കും കൂടി ഒന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇവരിൽ വരുന്നു. ഒരു ക്യൂരിയോസിറ്റി കാരണം ഇവർ ആദ്യത്തെ ഉപയോഗത്തിലേക്ക് പോകുന്നു. അതല്ലെങ്കിൽ പിയർ പ്രഷർ, എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഞാൻ മാത്രം ഉപയോഗിക്കാതെ നിന്നാൽ ഞാൻ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഇവർ ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഇവർ ഫ്രണ്ട്സായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ആ ഒരു ഒറ്റപ്പെടൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക്. അവർ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകമായിട്ട് അവരെ ചെറിയ പ്രായത്തിൽ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ ആദ്യത്തെ ഉപയോഗത്തിലേക്ക് വരുന്നത്. പിന്നെ അവൈലബിലിറ്റി, ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് എനിക്കിപ്പം രാസലഹരി ഉപയോഗിക്കണമെന്നൊരു ആഗ്രഹം വന്നാലും നമ്മുടെ ഈ കിട്ടണമെന്നില്ല. ഇപ്പം കുട്ടികൾ വരെ വന്ന് പറയുന്ന സ്കൂളിൽ മിഠായി കഴിക്കുന്ന പോലെയാണ് ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടാൻ എല്ലാവർക്കും ഓരോ മിഠായി എന്നുള്ള രീതിയിലാണ് രാസലഹരി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒത്തിരി നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ വരെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവൈലബിലിറ്റി കൂടുന്നു, കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ ക്യൂരിയസ് ആവുന്നു. പിന്നെ അതേപോലെ പിയർ പ്രഷർ കാരണം ഇവർ ആദ്യത്തെ ഉപയോഗം വരുന്നു. ഫസ്റ്റ് ഉപയോഗത്തിൽ ഒത്തിരി പേർക്ക്, അതായത് ഒരു 90-ലധികം ആളുകൾക്കും അവർക്ക് അത് ഇഷ്ടപ്പെടും. അവർക്ക് ആ ഒരു ഡോപ്പമിൻ്റെ ഒരു റിലീസ് കാരണം അവർ കളിക്കുമ്പോഴോ കൂട്ടുകാരൊത്ത് കളിക്കുമ്പോഴോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ കിട്ടാത്തൊരു ഡോപ്പമിൻ എന്നുള്ളത് നമ്മുടെ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു അളവാണ്. ഓക്കെ, അതിനേക്കാളും കൂടുതൽ എത്രയോ മടങ്ങ്, ഇപ്പം 100 മടങ്ങ് 1000 മടങ്ങ് ഒക്കെ ഈ സന്തോഷം ഇവിടെ കിട്ടുമ്പോൾ പിന്നെ മറ്റു കാര്യത്തിലേക്ക് ആർക്കും ശ്രദ്ധ പോകും. അതായത് ഇപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന് ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ കൂടുതൽ സന്തോഷം ഈ ലഹരിയിൽ നിന്ന് കിട്ടുന്നു. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം, നമുക്ക് ഇഷ്ടം, നമ്മൾ സന്തോഷിച്ചിരിക്കും, നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ ആ ആഗ്രഹിക്കുമ്പോൾ എനിക്കൊരു 10 ഡോപ്പമിൻ കിട്ടുമെന്ന് വിചാരിച്ചു. ഡോപ്പമിൻ എന്നുള്ളത് സന്തോഷമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. താരതമ്യമല്ല, ഡോപ്പമിൻ എത്ര കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് എത്ര സന്തോഷം ഉണ്ടെന്നുള്ളത്. 10 ഡോപ്പമിൻ കിട്ടുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് 100 ഡോപ്പമിൻ കിട്ടും. ഒരു കഞ്ചാവ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 1000 ഡോപ്പമിൻ കിട്ടും. ഞാനൊരു മെത്ത് MDMA എടുക്കുകയാണെങ്കിൽ എനിക്കത് 10,000 ഡോപ്പമിൻ കിട്ടും. അപ്പൊ ആദ്യമായിട്ട് ഇത് എടുക്കുന്ന വ്യക്തി രണ്ടാമത്തെ തവണ ഈ 10 ഡോപ്പമിൻ കിട്ടുന്ന ഫുഡ് കഴിക്കോ, 100 കഴിക്കുന്ന ആൽക്കഹോൾ കഴിക്കോ, തീർച്ചയായിട്ടും 10,000 കിട്ടുന്ന ആ രാസലഹരിയിലേക്കായിരിക്കും. അതായത് ഇത് സാധാരണയിൽ കൂടുതൽ സന്തോഷം കിട്ടും ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ്. അതെ, അത് എങ്ങനെയാണ്, അതിന്റെ കാര്യം എങ്ങനെയാണ്? അത് ഓരോ ലഹരിക്ക് അനുസരിച്ച് വ്യത്യാസമാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് നാച്ചുറൽ ഹൈസ് എന്ന് പറയും, നാച്ചുറൽ ആയിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേസ്, നമ്മുടെ ഹോബീസ്, ഫുഡ്, കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 10 ഡോപ്പമിൻ കിട്ടും. 10 ഡോപ്പമിൻ എന്നുള്ള സന്തോഷമായിട്ട് നമുക്കൊരു കമ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ആൽക്കഹോൾ എടുക്കുന്ന വ്യക്തിക്ക് 100 ആയിരിക്കാം, കഞ്ചാവ് എടുക്കുന്ന വ്യക്തിക്ക് 1000 ഡോപ്പമിൻ കിട്ടും, രാസലഹരി എടുക്കുന്ന വ്യക്തിക്ക് അത് 10,000 ഡോപ്പമിൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ കിക്ക് എന്ന് പറയും. അതാണ് കുട്ടികളും മുതിർന്നവരും വന്ന് കിക്ക് കിട്ടുക, ഹൈ ആകുക, യൂഫോറിയ അടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സന്തോഷം കിട്ടും അത് ഫസ്റ്റ് യൂസിൽ. ഓക്കെ, അതിനോടുണ്ടാകാവുന്ന പ്രോബ്ലങ്ങളെ പറ്റിയും, ഇപ്പം ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി
ഒരു 10,000 ഡോപ്പമിൻ കിട്ടുന്ന MDMA എടുത്താൽ അത്രയും ഡോപ്പമിൻ താങ്ങാനുള്ള കപ്പാസിറ്റി ആ കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ നാച്ചുറൽ ഹൈസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത, അതായത് 10 മാക്സിമം 100 ഒക്കെ ഉള്ളൊരു ഡോപ്പമിന് വേണ്ടിയിട്ടുള്ള ബ്രെയിനാണ് നമുക്കുള്ളത്. അത്രയും ഒരു ബ്രെയിനിലേക്ക് 1000 ഡോപ്പമിൻ കിട്ടി അത് താങ്ങാൻ ആ ബ്രെയിന് പറ്റില്ല. കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 25 വയസ്സ് വരെ ബ്രെയിനിന്റെ ഒരു പക്വത എത്തിയിട്ടില്ല, വളർച്ച എത്തിയിട്ടില്ല. അപ്പൊ വളർച്ച എത്താത്ത ഒരു വ്യക്തിയുടെ ബ്രെയിനിലേക്ക് ഇത്രയും ഡോപ്പമിൻ വരുമ്പോൾ അവിടെ തിരിച്ചു പിടിക്കാനാകാത്ത വിധത്തിലുള്ള ഡാമേജസ് വരും. അത് അവർ ആ സമയത്ത് അറിയുന്നു. അന്നേരത്തെ ആ സന്തോഷം മാത്രമേ അവര് കാണുന്നുള്ളൂ. അതിന്റെ പുറകിലിരിക്കുന്ന അപകടത്തെ പറ്റി അവർക്കാർക്കും അറിയണമെന്നില്ല. ഇതിന്റെ അപകടം എന്താണ് കൃത്യമായിട്ട്? നമ്മൾ പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താണ്? കഞ്ചാവ് വലിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ കള്ള് കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയാം. മദ്യം വെച്ച് കഴിഞ്ഞാൽ കരള് കംപ്ലൈന്റ് ആവും, കിഡ്നി പോകും, ഹൃദയത്തില് കൊഴുപ്പടിഞ്ഞുകൂടും, അതിന്റെ തുടർന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? MDMA രാസലഹരി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മള് പൊതുവായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന അഡിക്ഷൻ, എൻ്റെ കൂട്ടുകാരൻ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കൂടുതൽ ആളുകളും എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അവർക്കൊന്നും പ്രശ്നമില്ല. അപ്പം ഇന്ന് എനിക്കൊരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ വന്നു, ഓക്കെ, ബാക്കി ആർക്കും പ്രശ്നം ഇല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പം ഇവരുടെ മനസ്സിലുള്ളൊരു കാര്യം 100 പേര് ഉപയോഗിച്ചാൽ ഒരാൾക്ക് പ്രശ്നം വരുന്നുള്ളൂ എന്നുള്ളത്. അത് അഡിക്ഷന്റെ കാര്യമാണ്. ഓക്കെ, എല്ലാവരും അഡിക്റ്റ് ആണോന്നില്ല. അപ്പം റിസ്ക് കൂടുതലുള്ള ആളുകളുണ്ട്. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളവരാണ്. എൻ്റെ കുടുംബത്തിൽ മദ്യത്തിന് അടിമയായിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിജിറ്റൽ കാര്യങ്ങൾക്ക് അടിമയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്കും അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ശാരീരികമായി എന്തൊക്കെ ദോഷം? ശാരീരികമായിട്ട് ഒത്തിരി പ്രോബ്ലംസ് വരും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഓരോന്നിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ, കഞ്ചാവിൻ്റെ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, കഞ്ചാവ് നമ്മുടെ ബോഡിയിൽ, ഞാൻ ഡോപ്പമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, കഞ്ചാവ് അതേപോലെ നമ്മുടെ എൻഡോകനാബിനോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ബോഡിയിലൊരു സിസ്റ്റം. നമ്മളിപ്പം സർക്കുലേറ്ററി, നമ്മളെ ബാക്കി സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തെ പറ്റി നമ്മൾ അധികം അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മളൊരു നാച്ചുറലായിട്ട് സന്തോഷം തരുന്ന, നമ്മുടെ പെയിൻ കുറയ്ക്കുന്ന, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന നമ്മുടെ ഒരു ബോഡിയിലെ സിസ്റ്റം ആണിത്. അവിടെ നമ്മുടെ ബോഡി തന്നെ അതിനാവശ്യമുള്ള കനാബിനോയിഡ്സ് ഉണ്ടാക്കും. ഓക്കെ, അത് നമുക്ക് ചെറിയ അളവിൽ മതി. അപ്പൊ നമ്മൾ കഞ്ചാവ് എടുക്കുമ്പോൾ ലാർജ് എമൗണ്ട് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുമ്പോൾ ബോഡിയിൽ ഡാമേജ് വരും. അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്ക് വരാം. പിന്നീട് ഒത്തിരി നാൾ ഉപയോഗിക്കുന്ന ആൾക്ക് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളും വരാം. പിന്നെ സൈക്കാട്രിക് പ്രോബ്ലംസ് വരാം. അപ്പം കഞ്ചാവ് ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ സൈക്കോസിസ് വന്ന ആളുകളുണ്ട്. ഫസ്റ്റ് സൈക്കോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച് ഡെലൂഷൻ, മിഥ്യാധാരണയിലേക്ക് പോയിട്ട് ആളുകൾ എന്നെ കൊല്ലാൻ വരികയാണ്, എന്നെ ആളുകൾ ഫോളോ ചെയ്യുകയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ തലയിൽ ചിപ്പ് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ എൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും തോട്ട്സും അറിയുകയാണ്, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തേക്കുകയാണ്, എൻ്റെ സോഷ്യൽ മീഡിയാസ് ഹാക്ക് ചെയ്തേക്കുകയാണ്, ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്നെ എല്ലാവരും വാച്ച് ചെയ്യുകയാണ്. ഇപ്പം എന്നെ വാച്ച് ചെയ്യാനായിട്ട് ആളുകളെ ഇറക്കിയിട്ടുണ്ട്. തന്നെ അങ്ങനത്തെ ഉള്ളൊരു പേടിയും സംശയങ്ങളും കയറി വരാം. ഇതിൻ്റെ കൂടെ തന്നെ ഇല്ലാത്ത ശബ്ദങ്ങൾ, ഇവരെ പറ്റി മറ്റുള്ളവർ സംസാരിക്കുന്നത്, ഇവരെ കുറ്റം പറയുന്നത്, നീ പോയി മരിക്കുക, നീ എന്തിനാ ജീവിക്കുന്നത്, അല്ലെ നീ ഇന്ന ആളല്ലേ, അല്ലെ വേറെ 2 വ്യക്തികൾ ഈ വ്യക്തിയെ പറ്റി കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ ചെവിയിൽ കേൾക്കുക, ഇത്തരത്തിലുള്ള ഹാലുസിനേഷൻ പോലെയുള്ള കാര്യങ്ങളും വരാം. ഇത് രണ്ടും ഒരുമിച്ചും വരാം. അപ്പം തീവ്രമായിട്ട് പിന്നെ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ വരാം, ഡിപ്രഷനിലേക്ക് പോവാം. ഇതൊക്കെ മാനസിക രോഗവുമായിട്ട്, ഇത് അഡിക്ഷന്റെ കാര്യമല്ല പറയുന്നത്. അഡിക്ഷൻ പൂർണ്ണമായിട്ടും അടിമത്തം വരണമെന്നില്ല. അടിമത്തം വരാതെ തന്നെ ആദ്യത്തെ പഫ് എടുക്കുമ്പോൾ തന്നെ സൈക്കോസിസ് വരുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അടിമത്തം വേറെ, അതൊരു പ്രോബ്ലം. അതോടൊപ്പം തന്നെ ബാക്കി സൈക്യാട്രിക് ഇഷ്യൂസും വരാം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും തീർച്ചയായിട്ടും വരാം. ഈ രാസലഹരി പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകും, പല്ലൊക്കെ പൊടിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയും. മൗത്ത് എന്ന് പറഞ്ഞു. ഇപ്പം രാസലഹരിയുടെ കാര്യം പറയാം, മെത്ത് മൗത്ത് എന്നാണ്. ഇപ്പം ലഹരിയിൽ പല രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പം പലർക്കും MDMA ക്രിസ്റ്റൽ മെത്തും രണ്ടാന്ന് തന്നെ അറിയാത്ത, ഉപയോഗിക്കുന്നവർക്ക് പോലും ഇത് അറിയത്തില്ല. നീ MDMA ആണോ മോനെ ഉപയോഗിക്കുന്നത്, ക്രിസ്റ്റൽ മെത്ത് ആണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും ഒന്നല്ലേന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും. അപ്പം ആ ചെറിയ പ്രായത്തിൽ ഈ ഉപയോഗിക്കുന്ന സാധനം എന്താന്ന് പോലും അറിയാതെയാണ് പിള്ളേർ ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലർ വലിക്കുന്നവരുണ്ട്, ചിലർ വാവഴി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ചിലർ കലക്കി ഇഞ്ചക്ഷൻ വഴിയായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ വായിലൂടെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പല്ലിൽ ഡിസ്കളറേഷൻസ് വരാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡീക്കേയിങ് വരാം, പല്ലൊക്കെ ദ്രവിച്ചു പോകുന്നതായിട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓറൽ ഹൈജീനും കാര്യങ്ങളെയൊക്കെ ബാധിച്ചിട്ട് അത് മെത്ത് മൗത്ത് എന്നൊരു കണ്ടീഷനാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളും വരാം.
ഈ പെട്ടെന്ന് ഇതിന്റെ ആയുസ് തന്നെ കുറച്ചു കളയുമെന്നാണ്. സഡൻ ഡെത്ത്, ഇപ്പം MDMA ഒക്കെ ഉപയോഗിച്ചിട്ട് സഡൻ ഡെത്തുകൾ, പ്രത്യേകിച്ച് പാർട്ടികളാണ് ഈ റേവ് പാർട്ടീസിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ MDMAയുടെ ഒരു ശാരീരിക പ്രശ്നം വെച്ചാൽ ശരീരത്തിലെ ജലാംശം കുറയ്ക്കും. ഓക്കെ, ജലാംശം കുറയ്ക്കാം, നമ്മുടെ മസിൽ മാസ് ഒക്കെ കുറയ്ക്കാം, കിഡ്നി സംബന്ധമായിട്ടുള്ള പെട്ടെന്ന് കിഡ്നിയെ തകരാറിലാക്കുന്നത്. അപ്പം മസിലിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, മയോഗ്ലോബിൻ എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഹീമോഗ്ലോബിൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും രക്തത്തിലുള്ള, അതേപോലെ മസിലിലുള്ള ഒരു പ്രോട്ടീനാണ് മയോഗ്ലോബിൻ. പെട്ടെന്ന് ജലാംശം നഷ്ടപ്പെടുക എന്നുള്ള, ഇപ്പം റേവ് പാർട്ടീസ് അറിയാം, ഇപ്പോൾ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും പാർട്ടി ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതൊക്കെ കുറവായിരിക്കും, ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ബോഡിയിലെ ജലാംശം കുറയുമ്പോഴത്തേക്കും മസിലിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത കാഴ്ചയൊക്കെ ബാധിക്കുന്നവർ. കാഴ്ചയെ ബാധിക്കുന്ന പറയുമ്പോഴത്തേക്കും, കാഴ്ചയെ ബാധിക്കുന്ന വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഈ സ്റ്റിമുലൻസ് ആണ്. ഓക്കെ, രാസലഹരി, ക്രിസ്റ്റൽ മെത്ത്, MDMA ഒക്കെ സ്റ്റിമുലൻസ് ആണ്. സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന രീതി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പഠിച്ചിട്ടില്ല. നിങ്ങൾ പട്ടിയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് പറയില്ലേ. അപ്പോൾ നമ്മുടെ ശരീരം അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നോറഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം, സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു നോറെപ്പിനെഫ്രിൻ, നോറഡ്രിനാലിന്റെ അളവ് കൂടുമ്പോൾ, അഡ്രിനാലിന്റെ അളവ് കൂടുമ്പോഴാണ് നമ്മളെ അതിനെ സഹായിക്കുന്നത്, നമ്മളെ ഓടാൻ സഹായിക്കുന്ന ആ ഒരു ഇതാണ് അത്. ഈ MDMA ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിന്റെ അളവാണ് കൂടുതൽ. അപ്പൊ നമ്മുടെ ബോഡി എന്തോ ഒരു അപകടം വരാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് അത്രയും ലാർജ് എമൗണ്ട്, എത്രത്തോളം വരുന്നു അത്രത്തോളം അപകടം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര വ്യത്യാസത്തിലാണ് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അത്രയും നോറെപ്പിനെഫ്രിൻ ബോഡിയിൽ വരുമ്പം, ബ്രെയിനിൽ വരുമ്പോഴത്തേക്ക് അത്രയും അപകടം വരുന്നു എന്നുള്ള രീതിയിലുള്ള ചേഞ്ചസ്. ആ ചേഞ്ചസിലൊന്നാണ് നമ്മുടെ പ്യൂപ്പിള്, കണ്ണിന്റെ കൃഷ്ണമണി ചുരുങ്ങുന്ന സമയത്ത് കാഴ്ചക്കുറവ് വരാനായിട്ട് ഇടയാകും. അപ്പൊ അങ്ങനെയാണ് കാഴ്ചയുടെ കുറവുള്ളത്. പിന്നെ റീനൽ ഡാമേജ് ഞാൻ പറഞ്ഞല്ലോ, റീനൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാം. വലിയ അപകടമാണ്. അതെ, എല്ലാ സിസ്റ്റത്തെയും ബേസിക്കലി ബ്രെയിനെ എന്തായാലും ബാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതല്ലാണ്ട് കിഡ്നിയെ ബാധിക്കാനും ഹാർട്ടിനെ ബാധിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.